ഹലോ ഗായ്സ്, നമുക്കിന്നൊരു സൺഡേ വ്ലോഗ് കണ്ടാലോ? ഞാൻ പല്ലൊക്കെ തേച്ച് പുറത്തിറങ്ങും മുന്നേ വേറൊരാൾ കൂടി വാതിലിൻ്റെ അവിടെ വന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. കിച്ചണിൽ പോയപ്പോൾ അനിയൻ അവിടെ നിന്ന് ചിക്കനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അവനവൻ്റെ പണി ചെയ്യട്ടെ, ഞാനും പോയി എൻ്റെ പണി ചെയ്യാം. ഫസ്റ്റ് പോയി ഒരു ഗ്ലാസ് പാലെടുത്ത് ഒടിച്ചു. പിന്നെ ഡ്രസ്സ് നലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഫുഡും കഴിച്ചു വരാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലേറ്റ് ആണ്. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നോർമലി ബ്രെഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഞാൻ ബ്രെഡ് ഓംലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനിയനും വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവനുള്ളത് റെഡിയാക്കി കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ അനിയത്തിയും വന്നു. താഴെ ഒരാൾ കിടക്കുന്ന കണ്ടോ, ഡോർ തുറക്കുന്നതിന് വെയിറ്റ് ചെയ്തിട്ട് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ അവളെത്തും. ഞാൻ വീണ്ടും കിച്ചണിലോട്ട് പോയി നോക്കിയപ്പോൾ ഉമ്മ ഒരു സൈഡിൽ ഫ്രൈക്കുള്ളതും ബിരിയാണിക്കുള്ള മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട് ചിക്കനിൽ. പിന്നെ ഞാൻ കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നു. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ സുഖം ഉറക്കം. പിന്നെ അവളെടുത്തുകൊണ്ട് പോയി അകത്ത് കിടത്തി. അനിയത്തി വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ മൂവീസ് നോക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന മൂവി ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. 10 മണിക്ക് മുത്തേ കുളിക്കാം, വാ വാ കുളിക്കാൻ പോവാം, വാ. അയ്യോ കിടക്കില്ലടി, വാ. നമുക്ക് കുളിച്ച് നമ്മൾ കുളിക്കാൻ പോവാം. നമ്മൾ അയ്യായിരം കുളിക്കാൻ പോവാം. എന്ത് കുളിക്കണ്ടേ? എൻ്റെ കൊച്ചിന് കുളിക്കുന്നതേ ഇഷ്ടമല്ല. കുളിയുടെ കൂന്ന് കേട്ടാൽ തന്നെ കരയാൻ തുടങ്ങും. അങ്ങനത്തെ മുതലാണിത്. പാത്തൂനെ കുളിപ്പിക്കുന്നത് അനിയത്തിയാണെങ്കിലും അവളെ ഒന്ന് ഉണക്കിയെടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ്. പകുതിയൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ആളെ നിന്ന് തരില്ല. പിന്നെ അവളുടെ ഫേവറേറ്റ് ട്രീറ്റ്സ് ഒക്കെ കൊടുത്ത് പിടിച്ചു നിർത്തണം. അങ്ങനെ അവളുടെ കുളി കഴിഞ്ഞു. ഇനി ഞാനും പോയി കുളിച്ചിട്ട് വരാം. ഇനി ഞാൻ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി പാത്തൂനുള്ള ഫുഡും കൂടി കൊടുക്കാം. ഈ കാണുന്ന പ്ലേറ്റ് ഇല്ലേ, ഇത് പാത്തൂര് പ്ലേറ്റാണ്. ഈ പ്ലേറ്റിൻ്റെ സൗണ്ട് എപ്പോൾ കേട്ടാലും എവിടെ നിന്നാലും ആൾ ഓടി വരും. കിച്ചണിലുള്ള പരിപാടികളൊക്കെ ഒതുങ്ങി. ഇനി ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് റെക്കോർഡ് എഴുതാനുണ്ട്. ഇവൻ്റെ കൂടെ വാങ്ങിയ ഒരുത്തനില്ലേ, അവൻ ഡെഡായി. അങ്ങനെ റെക്കോർഡൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ചെന്ന് ഞങ്ങൾ കിടക്കട്ടെ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.